എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒട്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട. സാധാരണ 5-6 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഉണ്ണിയപ്പത്തിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 2 ഗ്ലാസ് അരിയുടെ ഉണ്ണിയപ്പമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 5 പീസ് ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 250 ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ശർക്കരയൊന്ന് ഉരുക്കി വെക്കണം, എങ്കിൽ മാത്രമേ ഇത് മിക്സ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് തണുത്ത് വരുള്ളൂ. ശർക്കര വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കി വരുമ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 2 ഗ്ലാസ് അരി ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പൊടിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് അളവിലുണ്ട്. 3 കപ്പ് പൊടിയിൽ നിന്ന് കുറച്ചൊരു സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ തരിയോടുകൂടിയ പൊടിയാണ്. അരിപ്പൊടി അരിച്ചപ്പോൾ കിട്ടിയ തരിയാണിത്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തരി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ കുറച്ച് തരി കുറുക്കിയത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. തരി ഇവിടെ കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തരി കുറുക്കിയതും റെഡിയാകുമ്പോൾ അതും ഒരു സൈഡിലേക്ക് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് വേണ്ടത് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അടുപ്പത്ത് നിന്ന് മാറ്റിയാലും ഇത് കുറച്ചും കൂടി ഒന്ന് വറുത്ത് വരും. അതുകൊണ്ടാണ് ഈ സമയമാകുമ്പോൾ ഇത് അടുപ്പത്ത് നിന്ന് മാറ്റുന്നത്. അടുത്തതായിട്ട് ഇവിടെ നന്നായിട്ട് പഴുത്ത് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ കറുത്ത ഭാഗമൊക്കെ മാറ്റി ഒന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയമായപ്പോഴേക്ക് തരി കുറുക്കിയത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴത്തിന് പകരമായിട്ട് പാളയംകോടൻ പഴം ഉപയോഗിച്ചാലും മതി. ഇതിലേക്ക് വളരെ കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത കൂട്ട് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ പൊടി മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊടിച്ച മുഴുവൻ പൊടിയും ഇങ്ങനെ മിക്സ് ചെയ്യുന്നില്ല. കുറച്ച് പൊടി ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അഥവാ ഇനി ശർക്കരപ്പാനി ഒഴിക്കുന്നത് കൂടിപ്പോയെങ്കിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാറ്റി വെക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഉരുക്കിയെടുത്ത മുഴുവൻ ശർക്കരപ്പാനിയും ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ എടുത്തിരിക്കുന്ന പൊടിയും ശർക്കരപ്പാനിയും കറക്റ്റ് അളവായതുകൊണ്ട് ഇതിലേക്ക് ഇനി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകം ചതച്ചത്, കുറച്ച് എള്ള്, 3 ഏലക്ക ഒന്ന് പൊടിച്ചെടുത്തത്, പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്. ഇത്രയും സാധനങ്ങളാണ്. തേങ്ങാക്കൊത്ത് ഈ സമയമായപ്പോഴേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ചൂടോടുകൂടി ഒരിക്കലും തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇനി അഥവാ തേങ്ങാക്കൊത്തും ഇതുപോലെ വറുത്ത് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തതിൻ്റെ നെയ്യ് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. നെയ്യും കൂടെ ചേരുമ്പോൾ ഉണ്ണിയപ്പം ഒന്നും കൂടെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ട് കിട്ടും. ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഉണ്ണിയപ്പ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു 1/4 ഭാഗമേ എണ്ണ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല മണവും ടേസ്റ്റും കിട്ടും. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് ഓരോ കുഴികളിലും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും ഒരുപാട് കൂടിപ്പോരുത്. ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ നിന്ന് ഇത് പുറത്തേക്ക് പോകും. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഉടനെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. ഇനി ഇത് ഇടയ്ക്ക് തിരിച്ചു മറിച്ചു വിട്ട് സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ കളറാകുമ്പോഴേക്ക് നമുക്ക് കോരി മാറ്റാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.